അമേരിക്കൻ ഇൻ്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ്, തുളസി ആയിരിക്കും, ഇന്ത്യക്കാരിയാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മലയാളത്തിലാണ് അതിൻ്റെ സംഗതി വായിച്ചത്. തുളസി ഗബ്ബാർഡ് പറഞ്ഞിരിക്കുന്നു, 4-5 രാജ്യങ്ങൾ അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അതിൻ്റെ അറ്റത്ത് ആറ്റം ബോംബോ അണുബോംബോ ന്യൂക്ലിയർ ബോംബോ ഒക്കെ കടിപ്പിച്ചങ്ങോട്ട് വിട്ടാൽ സംഗതി പപ്പടപ്പടവടമാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ വികസിപ്പിക്കുന്നു. ഇറാനെ ഇപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിയതാണ്. എന്താ, നേരത്തെ കൗണ്ടർ ടെററിസം സെൻറ്ററിൻ്റെ ഡയറക്ടർ രാജിവെച്ച് പോയില്ലേ? അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഈ പൊട്ടം വെറുതെ നടത്തുക, ഇത് അമേരിക്കക്കാരെ കുരുതി കൊടുക്കുക, ഇത് മറ്റോൻ്റെ ലക്ഷ്യത്തിന് കൂടെ നിന്നു കൊടുക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ ഇസ്രയേൽ ലോബിയാണ് എന്നൊക്കെ പറഞ്ഞു പോയില്ലേ? അതിന് ഇറാനെയും കൂടെ അതിനകത്ത് കയറ്റിക്കൊണ്ടാണ് സുൽസിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. സുൽസിയുടെ പ്രസ്താവന അത് മാത്രമല്ല, അതിനകത്ത് 3-4 രാജ്യങ്ങളെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എളുപ്പം ചെല്ലണം അവരെടുത്തോട്ട്. ഏതൊക്കെയാ? റഷ്യ, ചൈന. ചൈനയുടെ ഇരിക്കുന്ന ബോംബർ വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം കൂടി വിൽക്കത്തില്ല, വെള്ളം കൂടി. ഇപ്പോൾ ഈ ഇറാനിലൊക്കെ വെടിവെച്ചിട്ടിട്ട് അതിൻ്റെ ആക്രി സാധനമെങ്കിലും കിട്ടി അമേരിക്കയ്ക്ക്. ചൈനയെടുത്ത് കളിക്കാൻ ചെന്നാൽ ഒരു ചുക്കും കിട്ടില്ല. പിന്നെ 3ാമത്തെ ആളാരാ? ഉത്തര കൊറിയയുടെ കിമ്മളിയനാണ്. കിമ്മളിയൻ്റെ കയ്യിലുണ്ടെന്ന് ദീർഘദൂര മിസൈല്. അവിടോട്ട് ചെല്ലണം. ചെല്ലുമ്പോഴാണ് വിവരം അറിയുന്നത്. അളിയനിപ്പോൾ ഇലക്ഷന് ജയിച്ച് നല്ല പുതുത്ത് കുതുകുതുകുതാന്നിരിക്കുക. അളിയൻ അവിടെ ഒരു ഇലക്ഷൻ നടത്തി. 100%-ൽ 99.3% അളിയന് കിട്ടി. 7% വോട്ടാണ് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. ആ 7% ചെയ്തത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് അളിയൻ തന്നെ അത് വകവെച്ച് കൊടുത്തതാണ്. 7 ഇരിക്കട്ടെന്നും പറഞ്ഞു. അളിയൻ്റെ അടുത്താണ് ചെല്ലുന്നത് മിസൈലും കൊണ്ട്. പാകിസ്ഥാൻ പിന്നെ ഈ പറയുന്ന വായി നോക്കി രാജ്യമാണ്. എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും എന്ത് പണിയും ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്തോളും. പക്ഷേ ബാക്കി ഇരിക്കുന്നതൊക്കെ നല്ല ഉജ്ജ്വലമായ രാജ്യമാണ്. ഇറാനെ അടിക്കുന്ന പോലെ അടിച്ചു നോക്കണം, അപ്പോൾ അറിയും വിവരം. ഈ യുദ്ധമെല്ലാം നടക്കുമ്പോൾ റഷ്യയും ചൈനയും ചേർന്ന് നീട്ടിക്കൊടുക്കുന്ന സമയമാണ് ഈ സമയം. പാവമല്ലേ, ഒന്ന് ആച്ചോട്ടെന്ന് വിചാരിച്ച്. എന്തിനാ? അടിക്കുമ്പോൾ നല്ലതുപോലെ തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇറാൻ എവിടെ കൈവിടുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം ഈ പറഞ്ഞ 3 രാജ്യങ്ങളും ഇടപെടും. ഉത്തര കൊറിയ ഇടപെടും, ചൈനയും ഇടപെടും, റഷ്യയും ഇടപെടും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് നിർത്തുക, ഇപ്പം നിർത്തുക എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഏതായാലും ഈ രാജ്യങ്ങൾക്കെതിരെ ഇനി നടപടി ഉണ്ടാവുമെന്നാണ് അറിയേണ്ടത്. നീതിക്ക് വേണ്ടി അടിക്കുകയാണെങ്കിൽ അവരെ അടിക്കണ്ടേ? പക്ഷേ അടിച്ചാൽ മൂത്രം പോവും. അതാണ് സ്ഥിതിവിശേഷം. അവിടെയാണ് ഇത് എന്താ പറയുന്നത്, റെഡിയാക്കി എടുക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. കഷ്ടം.